നമസ്കാരം. വൈറ്റ് ഹൗസ് കറസ്പോണ്ടന്റ് അസോസിയേഷൻ ഡിന്നറിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ച പ്രതിക്കെതിരെ പുതിയ കുറ്റം കൂടി ചുമത്തി. കാലിഫോർണിയ സ്വദേശിയായ കേൾ തോമസ് അലൻ എന്ന യുവാവിനെതിരെയാണ് ഗ്രാൻഡ് ജൂറി നാലാമത്തെ കുറ്റം കൂടി ഉൾപ്പെടുത്തി കുറ്റപത്രം സമർപ്പിച്ചത്. നിലവിൽ ഇയാൾ നേരിടുന്ന കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടാൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വരും. കഴിഞ്ഞ മാസം 25-ന് വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിൽ നടന്ന ചടങ്ങിനിടയിലായിരുന്നു ലോകത്തെ ഞെട്ടിച്ച വധശ്രമം നടന്നത്. തോക്കുകളും കത്തികളുമായി സുരക്ഷാ വലയം ഭേദിച്ച് ബോർഡ് റൂമിലേക്ക് കുതിച്ച അലിനെ അതീവ സുരക്ഷാ വിഭാഗമായ സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ സാഹസികമായിട്ടാണ് കീഴ്പ്പെടുത്തിയത്. നിലവിൽ വധശ്രമം ഉൾപ്പെടെയുള്ള അതീവ ഗൗരവകരമായ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഫെഡറൽ ഉദ്യോഗസ്ഥനെ മാരകായുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്നതാണ് പുതുതായി ചേർക്കപ്പെട്ട നാലാമത്തെ കുറ്റം. അക്രമത്തിനിടെ ഒരു സീക്രട്ട് സർവീസ് ഏജന്റിന് നേരെ പ്രതി വെടിയുതിർത്തതായി അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു. ഏജന്റിന്റെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റിൽ വെടിയുണ്ട തറച്ചതിനാൽ വലിയൊരു ദുരന്തം ഒഴിവാകുകയായിരുന്നു. ബാലിസ്റ്റിക് പരിശോധനകൾക്ക് ശേഷമാണ് ഈ നിർണായക വിവരം പുറത്തു വന്നത്. ട്രംപിനെ കൂടാതെ പ്രമുഖ ക്യാബിനറ്റ് സെക്രട്ടറിമാരും നൂറുകണക്കിന് മാധ്യമപ്രവർത്തകരും പങ്കെടുത്ത ചടങ്ങിനെ ലക്ഷ്യം വെച്ച് കൃത്യമായ പ്ലാനിങ്ങോടെയാണ് അലൻ എത്തിയത്. കാലിഫോർണിയയിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് ഇയാൾ വാഷിംഗ്ടണിലെത്തിയത്. ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെ സ്ഥാനമാനങ്ങൾ അനുസരിച്ച് കൊലപ്പെടുത്തുക എന്നതായിരുന്നു തന്റെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കുന്ന കുറിപ്പും പ്രതിയുടെ പക്കൽ നിന്ന് കണ്ടെടുത്തു. ആക്രമണത്തിന് തൊട്ടു മുൻപായി ഹോട്ടൽ മുറിയിൽ വെച്ച് ആയുധങ്ങളുമായി എടുത്ത സെൽഫി ചിത്രങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. കറുത്ത വസ്ത്രം ധരിച്ച് തോളിൽ തോക്കും അരയിൽ കത്തികളും വെടിയുണ്ടകളും കരുതിയ നിലയിലായിരുന്നു ഈ ചിത്രം. കൃത്യം നടത്തുന്നതിനും മിനിറ്റുകൾക്ക് മുൻപ് ട്രംപിന്റെ സമയവിവര പട്ടിക ഇയാൾ ഇന്റർനെറ്റിൽ പരിശോധിച്ചതായും തെളിവുകൾ വ്യക്തമാക്കുന്നു. അതേസമയം കേസ് പരിഗണിക്കുന്ന ഫെഡറൽ ജഡ്ജി സിയ ഫാറൂഖി പ്രതിയോട് മാപ്പ് പറഞ്ഞത് വലിയ വിവാദത്തിന് തിരികൊളുത്തിരിക്കുകയാണ്. ജയിലിൽ പ്രതിയെ അതീവ കർശനമായി നിയന്ത്രണങ്ങളോടെ പാർപ്പിച്ചതിനും ആത്മഹത്യാ നിരീക്ഷണത്തിലാക്കിയതിനുമാണ് ജഡ്ജി ഖേദം പ്രകടിപ്പിച്ചത്. പ്രതിയുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നായിരുന്നു ജഡ്ജിയുടെ നിരീക്ഷണം. ജഡ്ജിയുടെ ഈ നടപടിക്കെതിരെ അമേരിക്കയിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ട്രംപ് അനുകൂലികളും രാഷ്ട്രീയ നിരീക്ഷകരും ജഡ്ജിക്കെതിരെ രംഗത്തെത്തി. പ്രസിഡന്റിനെ വധിക്കാൻ ശ്രമിച്ച ഭീകരനോട് അനുഭാവം കാണിക്കുന്ന ജഡ്ജിയെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന ആവശ്യം സമൂഹമാധ്യമങ്ങളിൽ ശക്തമായിട്ടുണ്ട്. അറസ്റ്റിന് പിന്നാലെ അലനെ ആത്മഹത്യാ നിരീക്ഷണത്തിലാക്കിയിരുന്നുവെങ്കിലും കഴിഞ്ഞ ആഴ്ചയോടെ ഇത് നീക്കം ചെയ്തു. ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ഒരാളെ ഇത്രയും ക്രൂരമായി ജയിൽ സാഹചര്യങ്ങളിൽ പാർപ്പിക്കുന്നത് ശരിയല്ലെന്നായിരുന്നു ജഡ്ജി സിയ ഫാറൂഖിയുടെ നിലപാട്. എന്നാൽ താൻ ആക്രമണം നടത്താൻ പോവുകയാണെന്ന് പ്രതി സമ്മതിക്കുന്ന തരത്തിലുള്ള മാനിഫെസ്റ്റോയും വീഡിയോ ദൃശ്യങ്ങളും നിലവിലുണ്ടെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ഇയാൾ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങളും ലഭ്യമാണ്. അമേരിക്കൻ പ്രസിഡന്റിനെ ലക്ഷ്യം വെച്ചുള്ള ഈ നീക്കം വലിയ സുരക്ഷാ വീഴ്ചയായിട്ടാണ് വിലയിരുത്തപ്പെട്ടത്. വളരെ മതനിഷ്ഠയുള്ള ഒരു കുടുംബത്തിലാണ് ഇയാൾ വളർന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പുറമേ നിന്ന് നോക്കിയാൽ അലൻ്റെ കുടുംബം എല്ലാ അർത്ഥത്തിലും വളരെ വിജയം കൈവരിച്ച ഒരു കുടുംബമായിരുന്നു. നാട്ടുകാരുടെ അഭിപ്രായത്തിൽ പള്ളിയിൽ പോകുന്നവരും അങ്ങേയറ്റം ഒത്തൊരുമയോടെ കഴിയുന്നവരുമായ ഈ കുടുംബത്തിലെ 4 കുട്ടികളും പഠനത്തിൽ മികവ് പുലർത്തുകയും സൽസ്വഭാവികളായി വളർന്നു വരികയും ചെയ്തവരായിരുന്നു. എന്നാൽ ട്രംപിന് നേരെയുണ്ടായ വധശ്രമത്തോടെ അവർക്കാകെ പഴി കേൾക്കേണ്ടി വന്നു. അലൻ്റേത് സ്നേഹനിധികളായ മാതാപിതാക്കളുള്ള ഒരു കുടുംബമാണെന്നാണ് കുടുംബ സുഹൃത്തായ ഷാനൻ മെക്കനി ഡെയിലി മെയിലിനോട് പ്രതികരിച്ചത്. മുൻ അയൽവാസിയായ റോസാലെ ഹെർണാണ്ടസ് പറഞ്ഞത് 3 വയസ്സ് മുതൽ അലനെ തനിക്ക് അറിയാമായിരുന്നുവെന്നും അവൻ വളരെ നല്ലൊരു കുട്ടിയായിരുന്നുവെന്നുമാണ്. നല്ല നിലയിലുള്ള ഒരു കുടുംബമായിരുന്നു അവരുടേതെന്നും എന്നാൽ വർഷങ്ങളായി താൻ അവനുമായി സംസാരിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു.